ന്യൂസ് മലയാളത്തിലേക്ക് ആദ്യം തന്നെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പൊന്നോണ ആശംസകൾ നേരുകയാണ്. അപ്പോൾ നമ്മുടെ ഈ കേരളം അത് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്നത് ഈ പ്രകൃതി ഭംഗിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാടിന്റെ രുചി വൈവിധ്യം തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മളൊക്കെ ഈ രുചി വൈവിധ്യങ്ങൾ തേടി എവിടെ പോകണം, എന്ത് കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഫുഡ് വ്ളോഗേഴ്സ് ആണ്. അപ്പോൾ ഈ പൊന്നോണ ദിവസത്തിൽ ഓണവിശേഷങ്ങളും ഓണക്കളികളും ഓണ രുചികളും ഒക്കെ ആയിട്ട് നമുക്കൊപ്പം കുറച്ച് ഫുഡ് വ്ളോഗേഴ്സ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാൻ നമ്മുടെ ഓണരസത്തിലേക്ക്. അപ്പോൾ ഇന്ന് ഈ പൊന്നോണ ദിവസം കളറാക്കാനായി നമുക്കൊപ്പം എത്തിയിരിക്കുന്ന ഫുഡ് വ്ളോഗേഴ്സ് ആരൊക്കെയാണെന്ന് അറിയണ്ടേ? ആദ്യത്തെ ആൾ തന്നെ ഈ തുടക്കത്തിൽ അദ്ദേഹം ഒരു വലിയൊരു ഫുഡ് വ്ളോഗറൊക്കെ ആയിരുന്നെങ്കിലും ഇപ്പോഴും ഫുഡ് വ്ളോഗറാണ്. എന്നാൽ അതിനൊപ്പം അദ്ദേഹം ഒരു വലിയൊരു സെലിബ്രിറ്റി കൂടിയാണ്. ഇപ്പോൾ സ്വാഗതം ചെയ്യാണ് ഫുഡ് ഹണ്ടർ സാബു. സാബു ചേട്ടാ പറഞ്ഞൊക്കെ പറഞ്ഞിട്ടുണ്ട്. സെറ്റായില്ലേ? ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓക്കെ, അടുത്തതായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയാമായിരിക്കും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മയും മകനുമാണ്. കേരളക്കരയുടെ സ്വന്തമായ വില്ലേജ് വൈബിംഗ് എന്ന് പറഞ്ഞ പേജിലുള്ള അമ്മ ഗിരിജാമ്മയും മകൻ അനിലുമാണ്. രണ്ടുപേർക്കും സ്വാഗതം. ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി അടുത്തയാള് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജിയോ ജോൺസൺ ആണ്. ജിയോയുടെ പേജ് വന്നിട്ട് എന്തായിരുന്നു പറയാൻ പറഞ്ഞത്? ഫുഡ് തെറാപ്പി. ഫുഡ് തെറാപ്പി. എൻ്റെ അടുത്ത് ഒരു 1000 വട്ടം പറഞ്ഞു എൻ്റെ പേജിന്റെ പേര് കറക്റ്റായിട്ട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ചതിയാണ്, ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഹാപ്പി ഓണം. ശരി, ഇനി നമ്മുടെ കൊച്ചിക്കാർക്കും അതുപോലെ തിരുവനന്തപുരത്തുകാർക്കും ഒക്കെ സുപരിചിതനായ ഒരാളാണ് ക്രംസ് ഓൺ മൈ ബിയർഡിലെ മുഹമ്മദ് മൂസിൻ. താങ്ക് യു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. കുറച്ചധികം. ഇനി നമ്മുടെ തിരുവനന്തപുരത്തുകാർക്ക്, എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രംകാർക്കാണ് ഇവര് ഒത്തിരി സുപരിചിതരായിട്ടുള്ളതെന്ന് തോന്നുന്നു. കപ്പിൾസ് ആണ്, 2 ക്യൂട്ട് കപ്പിൾസ് ആണ്. ഐശ്വര്യയും ഷാനും. രണ്ടുപേർക്കും സ്വാഗതം. താങ്ക് യു. ഹാപ്പി ഓണം രണ്ടുപേർക്കും. അപ്പോൾ സാബു ചേട്ടാ, ആദ്യം സാബു ചേട്ടൻ തന്നെ തുടങ്ങാം. എന്തായി ഓണമൊക്കെ? ഓണനാളാണിത് എങ്കിൽ ഞാൻ ചോദിക്കുക. ഓണം നല്ല സദ്യ കഴിക്കണം. നമ്മുടെ പരിപാടി. ഓണം എന്ന് പറയുമ്പോ ആദ്യം സാബു ചേട്ടന്റെ മനസ്സിൽ വരുന്നത് എന്താ? ഒബ്വിയസ്ലി ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ സദ്യ, അതാണ് മെയിൻ. സദ്യ വിട്ടൊരു കളിയില്ല. ഭക്ഷണം എവിടെയുണ്ടോ അതല്ലേ. നാട്ടിലെ ഓണമൊക്കെ എങ്ങനെയായിരുന്നു? അപ്പോൾ ഓണത്തിന് എൻ്റെ ഒരു ഓണവിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ വീട്ടിലുണ്ടാക്കും. വീട്ടിലാണെങ്കിലും എൻ്റെ സിസ്റ്ററും ഉമ്മയൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്യുന്നത്. പക്ഷെ ഓണത്തിന് ഞങ്ങൾ സദ്യ ഉണ്ടാക്കും. പക്ഷെ അതിൻ്റെ കൂടെ നോൺ വെജ് നിർബന്ധമാണ്. നമ്മൾ സൈഡിൽ ഇരുന്ന് കഴിക്കും. അതെ, നമ്മൾ കഴിപ്പേ ഉള്ളൂ. അമ്മേ ഗിരിജാമ്മേ, എന്തൊക്കെയാണ് ഓണവിശേഷം? നമുക്ക് തോന്നുന്നു ഇപ്പം ഇത്രയും പേരെ കാട്ടിയും ഏറ്റവും കൂടുതൽ ഓണവിശേഷമൊക്കെ പറയാനുള്ളത് ഗിരിജാമ്മയ്ക്കായിരിക്കും എന്ന്. നാണവാ. കുട്ടിക്കാലത്തെ ഓണമൊക്കെ അമ്മയ്ക്ക് എങ്ങനെയാണ്? ഇപ്പോഴത്തെ ഓണവും കുട്ടിക്കാലത്തെ ഓണമൊക്കെ ഓർക്കുമ്പോൾ? കുട്ടിക്കാലത്ത് ഓണമൊക്കെ കളിച്ചൊക്കെ നടക്കുന്ന സമയത്ത് കളി ഒട്ടക്കളിയൊക്കെ കളിച്ചങ്ങനെ നടക്കും. ഇപ്പോഴത്തെ ഓണം? ഇപ്പോഴത്തെ ഓണം വീട്ടിൽ ആഘോഷിക്കും എല്ലാവരും കൂടി. അത്രേ ഉള്ളൂ. ആ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുള്ളൂ. വലിയ മാറ്റങ്ങളൊന്നുമില്ല. എടുത്തു പറയത്തക്ക മാറ്റമൊന്നുമില്ല അല്ലേ? ഇല്ല, കുഴപ്പമില്ല. അനിലെ, എങ്ങനെയായിരുന്നു ഓണമൊക്കെ? ഈ കുമ്പളങ്ങിക്കാരുടെ ഓണമൊക്കെ എങ്ങനെയാ? ഓണം എന്ന് പറയുന്നത് നമ്മൾ ഫാമിലി എല്ലാം കൂടി ഒത്തുകൂടുന്ന ഒരു ആഘോഷം തന്നെയാണ്. ഇപ്പോൾ ചെറുപ്പത്തിലാണെങ്കിലും ഇപ്പോഴാണെങ്കിലും നമ്മൾ ഫാമിലി ഭയങ്കര ബോണ്ടിങ്ങാണ്. അമ്മയുടെ ഫാമിലി ആണെന്നുണ്ടെങ്കിലും അച്ഛൻ്റെ ഫാമിലി ആണെന്നുണ്ടെങ്കിലും എല്ലാ ഫാമിലിയും കൂടി ഒത്തുകൂടി ആഘോഷിക്കുന്ന ഒരു ഉത്സവം തന്നെ ഓണം. അമ്മ വീട്ടിലും ഇങ്ങനെ തന്നെയാണ്? അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല? അമ്മ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അല്ലല്ലോ, പുലിയാണല്ലോ. സോഷ്യൽ മീഡിയയിൽ ചിരിച്ചു നിൽക്കുന്ന ഒരാളാണ്. മിസ്റ്റർ ജിയോ, പറയൂ, വാചാലനാകും ഓണത്തെ കുറിച്ച്. അതെ, ഓണത്തെ കുറിച്ച് പറയുമ്പോൾ വീട്ടിലെ സംബന്ധിച്ച് ഒരുപാട് ആഘോഷങ്ങളോ കളികളോ ഗെയിംസ് അങ്ങനെയൊന്നുമില്ല. ഫാമിലി, അച്ഛനമ്മ ചേട്ടൻ ഞാൻ 4 പേരടങ്ങുന്ന ഫാമിലിയാണ്. ഫാമിലിയിലൊരു ഓണസദ്യയാണ്. വ്ളോഗിങ് ലൈഫിലോട്ട് കടന്നതിന് ശേഷമാണ് ഒരു ഓണം വരുമ്പോൾ 8ഉം 10ഉം സദ്യ കഴിച്ചു തുടങ്ങി. ഒരു ട്രിവാൻഡ്രംകാരനായതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും, ഒരു അടിപൊളി സദ്യയാണ് ട്രിവാൻഡ്രത്ത്. ട്രിവാൻഡ്രം പൂർണ്ണമായിട്ടും അതിനെ അംഗീകരിക്കുന്നു. അതെ, പക്ഷെ ബാക്കി ജില്ലക്കാരെ സമ്മതിക്കില്ല. എന്നാലും ഞാൻ പറയാണ്, നമ്മളെപ്പോഴും 365 ദിവസവും അത്രയും 4 കൂട്ടം പായസം അടക്കം സദ്യ വിളമ്പുന്നത് തിരുവനന്തപുരത്ത് മാത്രമാണുള്ളത്. അതെ അതെ അതെ. അതുപോലെ പണ്ട് സ്കൂളിലൊക്കെ ആകുമ്പോൾ മാവേലി ഒരു ആയിട്ടുണ്ട്. നല്ല വയറൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അതൊക്കെ വല്ല ലുക്ക് ഉണ്ട്. ഞാൻ പറയാൻ വരുമായിരുന്നു. ഏത് സൈഡിലാ? മാവേലി രാജാവായിരുന്നില്ല അല്ലേ? അതാണ് നല്ല ലുക്ക്. അല്ല, സാധാരണ മാവേലിയല്ല, നല്ല വയറുള്ള മാവേലിയാണ്. പക്ഷെ
അങ്ങനെയല്ല, അതൊരു തെറ്റായ കൺസെപ്റ്റ് അല്ലേ ശരിക്കും. അത് മാവേലി എന്ന് പറയുമ്പോൾ ഒരു പടവരുതി അങ്ങനെ കുറച്ച്, അപ്പൊ നല്ല ഫിസിക്കൊക്കെ മാവേലി പടവരുതിയോ? അങ്ങനെ എന്തോ സംഭവമില്ലേ? പുള്ളി കുറച്ച് തെന്നി പറഞ്ഞു. ഓക്കെ സോറി ഗൈസ്, അങ്ങനെ ആരോ പറയുന്നത് കേട്ടു. നമ്മുടെ മാവേലി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ല എന്നൊരു ചിന്ത എനിക്ക് തോന്നി. ട്രോളരുത്. താങ്ക് യു. എൻ്റെ ഓണാഘോഷം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴത്തെ ഓണാഘോഷം പോലെയല്ല. പണ്ട് കുട്ടിക്കാലം എന്ന് പറയുന്നത് എത്ര പ്രായമുണ്ട് അത് ചോദിക്കരുത്, അതിനിവിടെ പ്രസക്തിയില്ല. നമ്മളെ കുട്ടിക്കാലത്ത് ഓണാഘോഷം എന്ന് പറയുമ്പം ഓണം വെക്കേഷൻ വരുമല്ലോ. അപ്പോൾ തലേദിവസത്തെ പരീക്ഷയൊക്കെ എഴുതി നമ്മൾ അടുത്ത ദിവസം വെക്കേഷന് പോവുകയാണ്. അത് വല്ലാത്ത സന്തോഷമാണ്. അപ്പോൾ നമ്മൾ ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് പേപ്പർ പരീക്ഷയിലെല്ലാം വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരുപാട്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഓണത്തിനും ഓരോ ഓർമ്മകളാണ്, അതേപോലെ ഓരോ ഓണത്തിനും ഓരോ മാർക്കാണ്. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഓണം എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി സദ്യയൊക്കെ കഴിച്ച് എല്ലാവരുമായിട്ട് ഗെയിംസൊക്കെ കളിച്ച് അടിപൊളിയാണ്. പക്ഷെ കുട്ടിക്കാലത്ത് എല്ലാവർക്കും ഓർക്കാൻ ഒരുപാട് കാര്യങ്ങൾ കാണും. പ്രത്യേകിച്ച് വെക്കേഷൻ കഴിഞ്ഞ് പോകുമ്പോൾ ഉള്ള ഒരു ദിവസം മാവേലിയും പോയി, എല്ലാം പോയി. ഐഷു, എന്തൊക്കെയാണ് ഓണവിശേഷങ്ങളൊക്കെ? ഞങ്ങൾക്ക് ഓണവിശേഷം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സദ്യ, ബോളി, പായസം, 3-4 തരം പായസം, ഇതൊക്കെ തന്നെ. പിന്നെ സ്വന്തം സ്ഥലം ട്രിവാൻഡ്രം. ഓക്കെ, ഷാൻ പറഞ്ഞു. ഷാന്റെ ഓണവിശേഷം പറയൂ. അല്ലേ, എൻ്റെ ഓണം ബേസിക്കലി ഓർമ്മയുള്ളത് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ. സ്കൂളിൽ നമുക്ക് ഈ അത്തപ്പൂക്കളം കോമ്പറ്റീഷൻ ഉണ്ട്, സ്കൂളും കോളേജിലും ഉണ്ടായിരുന്നു. അപ്പം അതിനു വേണ്ടി നമ്മൾ ഓരോ ക്ലാസ് റൂമായിട്ട് ഇങ്ങനെ വേർതിരിക്കുമല്ലോ. അതിങ്ങനെ ഫസ്റ്റ് അടിക്കാനുള്ള ഫസ്റ്റ് എടുക്കുന്നൊരു ത്വരയുണ്ടല്ലോ. ലാസ്റ്റ് ഫസ്റ്റ് ആവില്ലെങ്കിലും ഇത് ഫുള്ള് ഏറി പറക്കും. ഓണം എന്ന് പറയുമ്പോഴത്തേക്കും അതില് പ്രധാനമായിട്ടും മാവേലി പറഞ്ഞു, സദ്യ പറഞ്ഞു. അപ്പോ സ്വാഭാവികമായിട്ട് അതിലൊരു തല്ല് നമുക്ക് കഴിഞ്ഞിട്ട് അത് മിക്കവാറും വേണ്ടി വരും. ഓണക്കളികളുണ്ടല്ലേ? അപ്പൊ നമുക്കിപ്പം ഓണക്കളിയിലേക്ക് പോകാം. അതിനു മുൻപ് എൻ്റെ ബോളിൽ കുറച്ച് സാധനങ്ങളുണ്ട്. ഇതിപ്പോ തുറന്നു നോക്കാതെ ഓരോരുത്തർ ഓരോന്ന് എടുക്കുക. ഓക്കെ, അപ്പൊ ആര് തുടങ്ങുന്നു? ആദ്യം നേരത്തെ തുറന്നു നോക്കിയില്ലേ? നോക്കിക്കോ, എന്തായിരുന്നു അതില്? കൂട്ടുകറിയിൽ കൂടാത്തവരില്ല. വടക്കൂട്ടുകറി. ഓക്കെ, അപ്പൊ കൂട്ടുകറി എല്ലാ സ്ഥലങ്ങളിലും കൂട്ടുകറി ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതില് ട്രിവാൻഡ്രത്തെ കൂട്ടുകറിയില് വടക്കൂട്ടുകറിയാണ് നമുക്ക്, അല്ലേ? അല്ലല്ലേ? അപ്പൊ ഫുഡ് ബ്ലോഗേഴ്സ് ആകുമ്പോൾ നമ്മൾ അത്യാവശ്യം ഈ ടേസ്റ്റ് നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിനപ്പുറം അത് എന്തൊക്കെയാണ് അതിലെ കൂട്ട്, എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലേ? അപ്പൊ പറഞ്ഞോളൂ, എന്തൊക്കെയാണ് ഈ വടക്കൂട്ടുകറിയിൽ? എന്തൊക്കെയായിരിക്കും? വട എന്താണെങ്കിലും കാണും. നോർമലി നമ്മൾ ഇടുന്നത് മറ്റേ മെതുവട, ഉഴുന്നുവട. അത് കട്ട് ചെയ്തിട്ട് കിഴങ്ങ് ഇട്ട് മിക്സ് ചെയ്ത് ഉള്ളിലേക്കിട്ട് വറുത്ത് അരച്ച തേങ്ങ ചേർത്ത് വറുത്തരച്ചുണ്ടാകുന്ന പൊടികളൊക്കെ എന്തൊക്കെയായിരിക്കും? പൊടികൾ അമ്മമാർ ഇഷ്ടമുള്ള എല്ലാ പൊടി ഇടുമല്ലോ നമ്മളി. ആ പൊടി എല്ലാം അവരിടുമല്ലേ? ഒരു കറിയായി കിട്ടും, നമ്മളത് കഴിക്കും, അത്രേ ഉള്ളൂ. ശരി, നല്ല മനോഹരമായ വടക്കൂട്ടുകറി ആയിരുന്നില്ലേ അത്? എന്തായിരുന്നു ഐശ്വര്യ, അതിലെന്തായിരുന്നു? എൻ്റെ ഓണം ഇങ്ങനെ. എൻ്റെ ഓണം എങ്ങനെ? സ്വന്തം ഓണവിശേഷം പറഞ്ഞാൽ മതി. കുട്ടിക്കാലത്ത് അമ്മയുടെ നാട്ടിൽ പോവാ, ഫാമിലി എല്ലാവരും, കസിൻസ് എല്ലാവരുമായിട്ട് ഓണ സമയത്ത് വരും, അത്തപ്പൂക്കളം ഇടും, പിന്നെ ഫുഡ് കഴിക്കും. പറഞ്ഞ് നോക്കട്ടെ, ഇതെനിക്കൊരു പ്രതീക്ഷയുണ്ട് കേട്ടോ, ഇതിലെനിക്കൊരു പ്രതീക്ഷയുണ്ട്. പാവയ്ക്ക പായസം ആയാലും. പാവയ്ക്ക പായസം, ആക്ച്വലി പാവയ്ക്ക പായസം ഉണ്ട് കേട്ടോ. ഉണ്ട്. പറയൂ, എങ്ങനെയായിരിക്കും പാവയ്ക്ക പായസം? മധുരമൂർന്ന ഒരു പാവയ്ക്ക പായസം. പായസത്തിൽ പാവയ്ക്ക ഇടണം. പായസത്തിൽ പാവയ്ക്ക ഇട്ടാൽ എന്താണെങ്കിലും ആ ഒരു കയ്പ് വരും. കയ്പൊന്നുമില്ല, നല്ല മധുരമുള്ള ഒരു പാവയ്ക്ക പായസം വേണം. ഉണ്ടാക്കണം, ഇപ്പൊ ഉണ്ടാക്കണം. സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നു. ചോദിച്ചോ, എന്താണ് ഉദ്ദേശിച്ചത്? അതൊന്ന് പറഞ്ഞു. പാവയ്ക്ക പായസത്തിന്റെ റെസിപ്പി പറയാ. ഞാനിപ്പോ ഇവിടെ ഒരു ഗ്യാസ് സ്റ്റവ് കത്തിച്ചു, ഒരു ഉരുളി വെച്ച് അതിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യണം? കത്തിച്ചു. നമുക്ക് സിമ്പിൾ ആയിട്ട് വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ? അല്ല, ഇത് ഭയങ്കര സിമ്പിൾ ആട്ടോ. അത് പറ്റില്ല, പായസം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. പായസം ഉണ്ടാക്കണം, അതിൽ പാവയ്ക്ക ഇടണം. ഇതൊക്കെ വെറുതെ പറച്ചില്ല കേട്ടോ, എല്ലാം വെറുതെ കഴിക്കാന്നല്ലാതെ. പാവയ്ക്ക പുഴുങ്ങണം, ബോയിൽ ചെയ്ത് കഴിഞ്ഞാല് പാവയ്ക്ക പായസം ഉണ്ടാക്കാൻ പറ്റും. അതെ, പാവയ്ക്ക ബോയിൽ ചെയ്യണം. കണ്ടു പഠിക്കുക കേട്ടോ. ഇതൊക്കെ സിമ്പിൾ സാധനമല്ല കേട്ടോ. മനസ്സിലായി. ഓക്കെ, ഒരു മോണാക്ട് ആകാം. ഓക്കെ, ഇവർക്ക് കലോത്സവം. ഞാൻ പറയാം പാവയ്ക്ക പായസം.
ആ അതെ, ഓണത്തിന് മഹാബലി വന്നു. വരട്ടെ. ഓക്കെ, മഹാബലിക്ക് നമ്മൾ പാവയ്ക്ക പായസം കൊടുത്തു. ഓക്കെ, ഇനി അതിനൊരു തീമാക്കി ഒരു മോണോ ആക്ട് ചെയ്തേ. നോം ഫുഡ് തെറാപ്പി. അങ്ങ് ട്രിവാൻഡ്രത്തുനിന്നാ അങ്ങേ കണ്ട് മുഖം കാണിക്കാൻ ഒരു പായസമായിട്ട് വന്നതാ. ശരി, തന്നോളൂ. താങ്ക് യു. പായസം കുടിച്ച് അതും നമ്മുടെ ക്രംസോൺ ബൈബിയായിട്ട് ഉണ്ടാക്കിയ പാവയ്ക്ക പായസം. സൂപ്പറാ. ഇതില് പായസം ഉണ്ട്, ഒരു സ്പൂൺ കുടിച്ചേ ഇതിന്ന്. വേണ്ട, അതിന്റെ അത്ര. ഈ പായസം മാവിന്റെ എക്സ്പ്രഷൻ ആണ്. മാവിന്റെ എക്സ്പ്രഷൻ ഉണ്ട്. വാവ്, ഭലേ ബേഷ്. അനിൽ എന്തുവായിരുന്നു അതില്? പടപടേ കുറുമുറേ നല്ല അസൽ ഉണ്ണിയപ്പം. ഓക്കെ, അപ്പൊ നമ്മളൊരു ഓണ ഉണ്ണിയപ്പം. അപ്പോൾ ഉണ്ണിയപ്പം മെയിനായിട്ട് റവ എടുക്കും. അതാകുമ്പോൾ ഇങ്ങനെ തരിതരിയായിട്ട് കിട്ടും, നല്ല ടേസ്റ്റാണ്. റവ ഇടും. പിന്നെ ഒന്നല്ലെങ്കിൽ നമുക്ക് മൈദ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്യാം. പിന്നെ ശർക്കരപ്പാനി, പിന്നെ എള്ള്, നോർമലി ഏലക്കപ്പൊടി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇത്രയും വെച്ചിട്ടാണ് പറഞ്ഞപ്പോ തന്നെ ഇങ്ങനെ വെള്ളം വരും. ഇത് മാവാക്കണം. മാവാക്കണം. എന്നിട്ട് നോർമലി അച്ചു വെക്കുക, എണ്ണ പുരട്ടുക, അതിലേക്ക് മാവ് ഒഴിക്കുക, മുരിക്കുക. അപ്പൊ നല്ലൊരു പിന്നെ വേറൊരു കാര്യം, തേങ്ങാക്കൊത്തിടും. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് നെയ്യിൽ വറുത്തിടുകയാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റാണ്. എക്സ്പ്രഷൻ വേണം. അയ്യോ ശരിയാവില്ല, പെട്ടല്ല. ഉണ്ണിയപ്പം നമ്മൾ ജസ്റ്റ് എടുത്തു കഴിച്ചു. ആദ്യം ആ തേങ്ങാക്കൊത്തുള്ള ഒരു ഭാഗം നമ്മൾ നോക്കിയെടുക്കുക. ഇങ്ങനെ കടിക്കുക. അവിടെ ഒരാള് വാ പൊളിച്ച് ഇപ്പൊ വായിന്ന് വെള്ളം വരും. ജസ്റ്റ് ഇങ്ങനെ കടിക്കുക, എന്നിട്ട് ഇങ്ങനെ കണ്ണടക്കുക, നല്ലോണം ഇങ്ങനെ ചവക്ക. ഒരു മധുരവും കിടുമായിരിക്കും അത്. അമ്മയ്ക്ക് എന്തായിരുന്നു? എന്നാൽ നമുക്ക് ഡാൻസ് കളിച്ചാൽ. അടിപൊളി. സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന അമ്മ. ലാസ്റ്റ് എന്തോ ചെയ്തിരുന്നു അല്ലേ? അതിലേക്ക് വരാം. അപ്പൊ അതിനു മുമ്പ് സാബു ചേട്ടാ എന്തായിരുന്നു? സത്യം പറയാലോ, എനിക്ക് എന്താന്ന് മനസ്സിലായിട്ട് പോലുമില്ല. ഞാൻ വായിച്ചത് ഒരു ഓണപ്പലഹാരം, ആലങ്ങ കളിയടക്ക. അതൊക്കെ എന്താ സാധനം? അതറിയില്ലേ? ഇല്ലേ? ഉണ്ട്. തിരുവനന്തപുരത്തെ കാണുള്ളൂ, കേരളത്തിന്റെ ഒരു ആലപ്പുഴ ഇവിടുന്ന് അങ്ങോട്ടില്ല. നിങ്ങൾക്കറിയോ? സത്യം ഇത് ചുമ്മാ മറ്റേ ഒരു ഇത്രേ കാണുള്ളൂ. ഒരു മാവൊക്കെ ഉള്ള നല്ല മധുരമുള്ള, ഇത് എണ്ണയിൽ ഇങ്ങനെ വറുത്ത് കൊടുത്ത സാധനമാ. കുഞ്ഞുണ്ട ഹാർഡായിരിക്കും. വേറൊന്നും എടുക്കുന്നോ? ഓക്കെ, ഒരു ഓണക്കൊഴുക്കട്ട. ഓണക്കൊഴുക്കട്ട. ഓക്കെ, ഒരു ഓണക്കൊഴുക്കട്ട. നമ്മൾ അരിപ്പൊടി എടുക്കുന്നു, ചുടുവെള്ളം ഒഴിക്കുന്നു, ഉപ്പിടുന്നു, നമ്മള് മാവ് നല്ല കുഴച്ച് പരത്തുന്നു, അതിനകത്ത് തേങ്ങ വെക്കുന്നു, ശർക്കര വെക്കുന്നു. അങ്ങനെയല്ല, അത് ഒന്നിച്ച് വെക്കാൻ പറ്റില്ല. വേറൊരു പാത്രം എടുക്കുന്നു, അതൊക്കെ ചെറുകിയ, ഇതിനൊക്കെ ഒരു രീതിയൊക്കെ ഉണ്ട്. നമ്മൾ തേങ്ങ ചെറുകിയതിടുന്നു, അതില് ശർക്കര, പിന്നെ വേണമെങ്കിൽ കുറച്ച് അവലിടാം, പിന്നെ കുറച്ച് ചുക്കിന്റെ പൊടിയൊക്കെ ഇടാം. എന്നിട്ട് നമ്മൾ ഇതെടുത്തിട്ട് ഇങ്ങനെ പരത്തി വെച്ചിട്ട് മൂസിനകത്ത് എന്ന് കാണിച്ച് എക്സ്പ്രഷൻ ഇടുന്നോ? ഒരു കൊഴുക്കട്ട എടുത്തോ, ഇതിലുണ്ട്. അപ്പൊ നമ്മുടെ ഓണ വിഭവങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ഫുഡ് ബ്ലോഗേഴ്സിന്റെ ധാരണ എത്രത്തോളം ആയിരിക്കും എന്ന് പ്രേക്ഷകർക്ക് ഇപ്പൊ മനസ്സിലായി കാണും. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടന്നാലോ? ഓണരസം. ഇനി ഒരു ഘട്ടമുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ഘട്ടം ആർക്ക് വേണം? ആദ്യത്തെ ചോദ്യം. ഓക്കെ, ജിയോയിൽ നിന്ന് തുടങ്ങാം. നല്ല തീരുമാനം. ഓക്കെ, കറിയിൽ കടുക് വറുത്തിടുന്നത് എന്തിന്? ഇത്രയും ആലോചിക്കാനൊന്നും പറ്റില്ല, പെട്ടെന്ന് പറ. അത് വേണമെങ്കിൽ അങ്ങനെ വെക്കാം. കറിയിലല്ലാതെ കടുക് വറുത്തിടാൻ പറ്റില്ലല്ലോ. ശരി, അടുത്ത ഞാനെങ്കിൽ മൂസിലേക്ക് വരാം. കാളനും ഓലനും തമ്മിലുള്ള ബന്ധം എന്ത്? കാളനും ഓലനും തമ്മിലുള്ള ബന്ധം. പക്ഷെ നമ്മളെ സദ്യയിൽ രണ്ടും ഉണ്ടല്ലോ. എടുത്തോ, എന്താ വേണ്ടേ? ഇഷ്ടമുള്ള എടുത്തോ.
കാളന് ഓയില്ല, ഓളന് കായില്ല. ആ എടുത്തോ, കഴിച്ചോ. കഴിച്ചാ പോയി. കഴിക്കണം, കഴിച്ച എക്സ്പ്രഷൻ വേണം. ഉത്തരം കേൾക്കണം. Oh my God. എന്റെ പൊന്നു. ഉത്തരം എന്താണ്? ഉത്തരം രണ്ടും എന്നിൽ അവസാനിക്കും. ഞാൻ പറഞ്ഞത് ശരി, അങ്ങനെയാണ്. കാളൻ കാളന് ഓലൻ. ഓയില്ല, ഓലന് കായില്ല. അതൊന്നുമല്ല. ഓക്കെ, ഇനി അടുത്തത് അനിലിലേക്കാണേ. ഇത് എല്ലാ അച്ചാറിലും ഇടും, എന്നാൽ ഇത് ആരും കഴിക്കാറില്ല. അത് ഈസിയാ അല്ലേ? സ്പൂൺ. കറക്റ്റ്. സ്പൂൺ. എടുത്തോ സാധനം എടുത്തോ. ഏയ് മുളക് കഴിക്കൂല. ഇഷ്ടമുള്ള എടുത്തോ. ഫുള്ള് കഴിക്കണം. അമ്മയ്ക്കൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. അമ്മയ്ക്ക് കഴിക്കാൻ കഴിയുന്ന ഇക്കയിൽ അവസാനിക്കണം. ചക്ക ആകുമ്പോ ഇക്കയിലല്ലേ അവസാനിക്കുള്ളൂ. എനിക്ക് ഇക്ക വേണം. ഇക്ക. ഓക്കെ, ഞാൻ പറയാം. ഉത്തരം എന്ന് വെച്ചാ പേരയ്ക്ക. ഓക്കെ, ഐശ്വര്യോടാണ്. ഐശ്വര്യ, ഓണസദ്യയിൽ പ്രധാനമായിട്ടുള്ള പഴം ഏതാ? കദളി. ഓക്കെ, അങ്ങനെയില്ല, പൊതുവെ വാഴപ്പഴം. സാബു ചേട്ടൻ, ദോശ മറിച്ചിടുന്നത് എന്തുകൊണ്ട്? ഒറ്റയ്ക്ക് മറിയാൻ കഴിയില്ലല്ലോ ദോശക്ക്. നമ്മളൊരു ആദ്യമായിട്ടൊരു കറക്റ്റ് ആൻസർ കിട്ടി. ഓക്കെ, അവസാനത്തെ ചോദ്യമാണ്, ഷാനിനോടാണ്. നമ്മൾ കടയിൽ നിന്നൊരു പച്ചക്കറി വാങ്ങും, അപ്പോൾ അതിനൊരു പേര്. കടയിൽ നിന്നൊരു സാധനം, ഇപ്പോൾ പാവയ്ക്ക് വാങ്ങുമ്പോൾ പാവയ്ക്ക എന്നാ. പക്ഷെ അതിനെ നമ്മൾ ഒരു ഫുഡാക്കി വരുമ്പോൾ അതിൻ്റെ പേര് നമ്മൾ മറിച്ചിടും, എന്നുവെച്ചാൽ തിരിഞ്ഞു വരും അതിൻ്റെ പേര്. അതെന്താ? ഇങ്ങനത്തെ ചോദ്യം. ഓക്കെ, ഞാൻ പറയട്ടെ. എടുത്തോ, ഇതിന്നൊരു സാധനം എടുത്തോ. എന്താ വേണ്ടേ? പാവയ്ക്ക വേണോ, മുളക് വേണോ? എല്ലാരും ഒന്ന് ആലോചിക്കട്ടെ. നാരങ്ങ മതി. ഓക്കെ, നല്ല നാരങ്ങ കേട്ടോ. ഓക്കെ, അപ്പൊ എന്റെ ആൻസർ ഞാൻ പറയട്ടെ. പച്ചക്കറിയുടെ പേര് ബജി മുളക്, വരുമ്പോ മുളക് ബജി. ഞാൻ വേറൊരു സീരിയസ് ചോദ്യം ചോദിക്കട്ടെ. ഓണത്തിന് ഓണക്കോടി, ഓണസദ്യ ഒക്കെ വാങ്ങുന്നത് എന്തുകൊണ്ട്? ക്രിസ്മസിന് വാങ്ങാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഓണത്തിന് മേടിച്ചു. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ വരട്ടെ. ഇല്ല, ഞാൻ നിർത്തി. ഒരെണ്ണം കൂടി വരാൻ പറഞ്ഞതുകൊണ്ട് ചോദിക്കാം. അതായത് ഒരു മുത്തശ്ശി, അവര് പല്ല് തേച്ചു, കുറേ നാളിന് ശേഷം പല്ല് തേച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മരിച്ചുപോയി. അതെന്തുകൊണ്ടാ? അമിട്ടുപൊട്ടി വായല്. ഉന്മേഷത്തിന്റെ അമിട്ടുപൊട്ടി വായല്. അപ്പോൾ നമ്മൾ ഇത്രയും സമയം കുറച്ച് ചെറിയ രീതിയിൽ ഓണക്കളികൾ ഒക്കെ ആയി. പക്ഷെ ഇനിയാണ് യഥാർത്ഥ ഓണക്കളി വരാൻ പോകുന്നത്. ഓക്കെ, റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കൊരു ഓണക്കളിയിലേക്ക് പോവാം. അപ്പോൾ അതേ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സാധനമല്ലേ? രണ്ട് സൈഡിലും കപ്പുകളുണ്ട്, കുറച്ച് ബലൂണും ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അറ്റ് എ ടൈം 2 പേരാണ് മത്സരത്തിൽ വരിക. ഒരാൾ ഈ സൈഡിലും ഒരാൾ ഈ സൈഡിലും. എന്നിട്ട് ഇതിൽ നിന്ന് 2 പേരും ഓരോ ബലൂൺ എടുക്കുക. എന്നിട്ട് 2 ബലൂൺ ഊതി വീർപ്പിക്കുക. എന്നിട്ട് ഇതിലുള്ള എന്താ കാറ്റ് ആ കാറ്റ് ഉപയോഗിച്ച് ഓരോ ഈ കപ്പുകളും ക്ലിയർ ചെയ്യുക. കപ്പ് താഴെ മാറ്റുക. ഈ വശത്തുള്ള ആള് ഇങ്ങനെ കളയുക, മറ്റേ ആള് ഇങ്ങനെ കളയുക. അപ്പോൾ ആദ്യം ആര് ക്ലിയർ ചെയ്യുന്നു അവരാണ് വിന്നർ. വിന്നറിന് പ്രൈസ് ഉണ്ട്. വീറും വാശി നിറഞ്ഞ മത്സരത്തിലേക്ക് നമ്മൾ കടക്കാണ്. കപ്പിന്റെ എണ്ണമൊക്കെ കുറച്ച് തന്നിട്ടുണ്ട്. തുടങ്ങാം. ഓക്കെ, സ്റ്റാർട്ട്. ദേവിടെ മോന്റെ 3 എണ്ണവും കളഞ്ഞു കേട്ടോ. 2 എണ്ണം പോയി. അപ്പൊ അടുത്തത് നമ്മുടെ ഇണക്കുരുവികളാണ് മത്സരിക്കാൻ പോകുന്നത്. തുടങ്ങാം. സ്റ്റാർട്ട്. ആദ്യത്തെ പോയി. രണ്ടെണ്ണം. 2 ബലൂണുകൾ പോയിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും നടക്കോ?
തട്ടിയിട്, തട്ടിയിട്. കാര്യം ചെയ്യ്. ആ ഓക്കെ. അപ്പുറത്തെ side വന്ന് തട്ടിക്കൊടു. ഐശ്വര്യ കമോൺ. ചെയ്യ അങ്ങോട്ട്. ഇനി ഒരെണ്ണം കൂടി പെട്ടെന്ന്. വേറെ ബലൂൺ എടുത്തോ. ഒന്നിനും തട്ടിയിട്ടില്ലെങ്കിൽ മോശം. ആ വയ്ക്കോ വയ്ക്കോ. ഒരെണ്ണം അവിടെ ഇട്ടു, ഒരെണ്ണം അവിടെ ഇട്ടു. വാവ്, ശരി. അതോടെ ക്ലിയർ ചെയ്യ്. ആ ഓക്കെ 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 ഓക്കെ. അപ്പൊ ഈ മത്സരത്തിൽ ഷാനെ നമ്മൾ വിജയിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പൊ ജിയോയും മുഹസിനും എന്തായി പരസ്പരം ഏറ്റുമുട്ടുകയാണ്. തുടങ്ങാം. സ്റ്റാർട്ട്. തുടക്കമേ പാളി. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇതിൽ നമ്മൾ മുഹസിനെ നമ്മൾ വിജയിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഗൈസ്, അപ്പൊ നമ്മൾ തോൽവിയുടെ കയ്പുനീര് കുറിച്ച് ജിയോയ്ക്ക് ഞാൻ ഒരു അവസരം കൂടി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട്. തുടങ്ങിയോ? ഇവിടെ വീട്ടിൽ തുടങ്ങി. അപ്പൊ ഇനി ഓരോ റൗണ്ടിലെയും വിജയികൾ തമ്മിലുള്ള പോരാട്ടമാണ്. അപ്പൊ ആദ്യത്തെ റൗണ്ട് വിജയിച്ച ഗിരിജാമ്മ, പിന്നെ നമുക്ക് കൂടെ ആരെ വിളിക്കാം? ഷാൻ, വരൂ. രണ്ടുപേരും കൂടി പരസ്പരം ഏറ്റുമുട്ടാണ്. ഒരു അമ്മ മകൻ പോരാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൽ ആര് വിജയിക്കും? ഗിരിജാമ്മ വിജയിക്കുമോ? ഷാൻ വിജയിക്കുമോ? കുമ്പളങ്ങിക്കാരുടെ രോമാഞ്ച കഞ്ചുകമായ ഗിരിജാമ്മയും തിരുവനന്തപുരത്തിന്റെ പൊന്നോമന പുത്രൻ ഷാനും ഇതാ ഏറ്റുമുട്ടുന്നു. ആ തുടങ്ങിക്കോ. ആ ഓ ഉഹൂ. അഗിരി ഓയ്. ശരി. അപ്പോ ഇനി രണ്ട് കരുത്തന്മാർ വീണ്ടും ഏറ്റുമുട്ടുന്നു. ജിയോ മുഹസിൻ, തുടങ്ങാം. സ്റ്റാർട്ട്. അങ്ങനെ വാശിയേറിയ ഫൈനൽ പോരാട്ടത്തിലേക്ക് നമ്മൾ പോകുന്നു. തിരുവനന്തപുരത്തിന്റെ രണ്ട് ചുണക്കുട്ടികൾ ജിയോ, ഷാൻ. എടുത്തോ തുടങ്ങിക്കോ. സ്റ്റാർട്ട്. തുടക്കമേ പൊട്ടി പാളിയിരിക്കുന്നു. അപ്പോ വാശിയേറിയ ഓണക്കളി പോരാട്ടത്തിൽ വിജയിച്ചിരിക്കുന്നത് ജിയോ. അപ്പൊ നമ്മൾ സമ്മാനം തരൂ എന്ന് പറഞ്ഞാൽ സമ്മാനം തന്നിരിക്കും. ഇത് വെറും വാക്കല്ല. ഇനി അടുത്ത എന്താണമ്മ? ഓണക്കളി കഴിഞ്ഞ് ഓണവിശേഷം കഴിഞ്ഞു അടുത്തത് സദ്യ. സദ്യ. അതെ, സദ്യ. അപ്പൊ ഓണസദ്യയെ കുറിച്ച് എന്താ അഭിപ്രായം? ഇതോടുകൂടി നിർത്താം, നമുക്ക് സദ്യയിലേക്ക് പോകാം. ഓണസദ്യയെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. കാരണം 6 രസങ്ങൾ ചേരുന്ന നാവിന് 6 രസങ്ങളുള്ള ഒരു സംഭവമാണ് ഓണം. എരിവ്, പെട്ടു എരിവ്, കയ്പ്, ചവർപ്പ്, ഉപ്പ്. അല്ല, കയ്പ് ചവർപ്പ് രണ്ടാണ്. ഉപ്പ്, മധുരം. 5 ബാക്കിയോടാ. അങ്ങനെ 6 പറഞ്ഞു. ഇനി മറ്റേ കയ്പും ചവർപ്പും തമ്മിലുള്ള വ്യത്യാസം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് സമയമില്ല. എന്തെങ്കിലും പറയണ്ടോ ഓണസദ്യയെ കുറിച്ച്? രണ്ടുപേര്. ഓണത്തിനുള്ള സദ്യ ഒരു പ്രത്യേക സ്പെഷ്യൽ സദ്യ തന്നെയാണ്.
ആ ഒരു എന്താ പറയുക പഴവും ഉപ്പേരിയും മൂന്നര അച്ചാറും ഇഞ്ചിക്കറിയും കിച്ചടികളും പിന്നെ കൂട്ടുകറി അവിയല് തോരൻ അങ്ങനെ അങ്ങനെ ചോറ് ഇതന്നെ ഇട്ടതാ ചോറ് ചോറും മറ്റേ എല്ലാം കൂടെ കൂട്ടി ഒരു പിടി പരിപ്പ്, പിടിക്കുക. സാമ്പാറ്, ആ അപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്കൊരു അടിപൊളി സദ്യയിലേക്ക് പോയാലോ? ഒരു തകർപ്പൻ ഓണ സദ്യയിലേക്ക്. അപ്പോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും Happy